നമസ്കാരം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് 7 ദിവസം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. അത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് പൊതുഫലത്താൽ വന്നു ചേരുന്നതായ ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. സൂര്യന്റെ മാറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. 7 ദിവസം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുന്ന ആ നക്ഷത്രക്കാർ ഇവരാകുന്നു. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിക്കാരാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് സൂര്യന്റെ മാറ്റം അനുകൂലമായി ഫലിക്കുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഥവാ ചെയ്യുന്ന പ്രവൃത്തികളിൽ അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ട് മികച്ചതായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. വ്യക്തിപരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ജീവിതത്തിൽ ശുക്രന്റെ സാന്നിധ്യം ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും പ്രകടമാകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കലഹങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ രാശിയായി പരാമർശിക്കുന്നത് ധനുരാശിയാകുന്നു. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് ധനു രാശിയിൽ വരുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഒരു സമയമാണ്, ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും കടന്നു വരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് പല വിധത്തിലാണ് നേട്ടങ്ങൾക്കുള്ള സാധ്യത. കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ കരിയറുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സാമ്പത്തികം അതിശക്തമായി തീരാം. കരിയറുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി ഇവർക്ക് മികച്ചതായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരുക. ആവേശകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും. ജോലിയിൽ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലുള്ള പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതായ സമയമാകുന്നു. അഥവാ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നേരിട്ടിരുന്നതായ പരാജയ ഭീതി ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ അനുഭവിച്ചിരുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരങ്ങൾ പോലും കണ്ടെത്തുവാൻ സാധിക്കും. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും മഹാലക്ഷ്മി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങളാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കരിയറുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സമൃദ്ധിയുടെ ദിവസങ്ങൾ തന്നെ കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും പലവിധ പ്രശ്നങ്ങളാൽ മനസ്സ് അലോസരപ്പെടുന്നതായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഇത് എപ്രകാരം തരണം ചെയ്യണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പല അവസരങ്ങളിലും കുഴങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം.
വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ കൃത്യമായി തന്നെ പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ സംതൃപ്തി ജോലിയിൽ നിറയുന്നതായ സമയം കൂടിയാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരാം. സാമ്പത്തികം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ജീവിതത്തിൽ സന്തോഷം വളരെയധികം നിറയുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. സന്തോഷവും കൂടാതെ ഈ സമയം ആത്മവിശ്വാസ വർധനവും, അതായത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. മികച്ചതായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പല കാര്യങ്ങളിലും സാധിക്കും. കൂടാതെ ഇവർക്ക് ബുധന്റെ മാറ്റം പല വിധത്തിൽ ഫലപ്രദമായി മാറുകയും ചെയ്യുന്ന സമയമാകുന്നു. കൂടാതെ നിങ്ങൾക്ക് ശുക്രദശയ്ക്ക് അനുകൂലമായ ഫലങ്ങൾ തന്മൂലം വന്ന് ചേരാവുന്നതുമാണ്. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരാം. ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പല മേഖലകളുമായി ബന്ധപ്പെട്ടും പരാജയങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില ചിന്തകളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മികച്ചതായ രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികം എപ്രകാരം അനുകൂലമാക്കി തീർക്കണം എന്ന വ്യക്തമായ ബോധ്യം ജീവിതത്തിലേക്ക് വന്നു ചേരും. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയ പ്രതീക്ഷ വർദ്ധിപ്പിക്കുവാൻ, വിജയ സാധ്യത പ്രതീക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഒപ്പമുള്ളവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ നൽകുവാനും കുടുംബത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. മനസ്സിന് സന്തോഷം പകരുന്നതായ ചില ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.